ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയും മഹേന്ദ്രനും ലക്ഷ്മിയും മലരും ഒക്കെ കൂടി ടെറസിന് മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ അമ്മയുടെയും കൈകൊണ്ട് ഒരു ദിവസം തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷമൊക്കെ ചന്ദ്രിക ഇങ്ങനെ പങ്കുവെക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരത്തോട്ടായിട്ട് മാറിയിട്ട് ജാനകി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജാനകിക്കാണെങ്കിൽ കണ്ണ് നിറയാണ്. കാരണം അവരുടെ ഏട്ടൻ അത്രത്തോളം അവരെ സ്നേഹിക്കുന്നത് ജാനകിക്ക് അറിയായിരുന്നു. മഹേന്ദ്രൻ മലറിന് വായിൽ ഭക്ഷണം എടുത്ത് വെച്ചു കൊടുക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ജാനകിയാണ്. ഏട്ടാ എന്ന് വിളിച്ചത് കേട്ടതും എല്ലാവരും ഒരുപോലെ ഞെട്ടിയിട്ട് നോക്കുവാണ് ജാനകിയുടെ ശബ്ദം കേട്ടപ്പോൾ. അപ്പോൾ ജാനകി മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എനിക്കും ഏട്ടൻ്റെ കൈകൊണ്ട് ഒരു പിടി ചോറ് വാരിത്തരാമോ ഏട്ടാ? അത് കേട്ട സമയത്ത് മഹേന്ദ്രൻ്റെ കണ്ണ് നിറയാണ്. അതുപോലെ ബാക്കിയുള്ളവരൊക്കെ അമ്പരപ്പിലാണ് നിൽക്കുന്നത്. കാരണം ജാനകി അങ്ങനെയൊന്നും ചോദിക്കുന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിതുമ്പിക്കൊണ്ട് ജാനകി പറയാണ്, കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അമ്മയുടെ കൈകൊണ്ട് ചോറ് കഴിച്ചതൊന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. ഏട്ടൻ്റെ കൈകൊണ്ട് കഴിച്ചതേ എൻ്റെ ഓർമ്മയിലുള്ളൂ. അതൊക്കെ കേട്ടപ്പോൾ മഹേന്ദ്രൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മിക്കും ചന്ദ്രികയ്ക്കും ഒക്കെ. അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ജാനകിയും പറയാണ്, ഇപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കൈകൊണ്ട് എനിക്ക് രാത്രിയിൽ ഭക്ഷണം കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നുവാണ് ഏട്ടാ. എനിക്കും ഏട്ടൻ്റെ കൈകൊണ്ട് ഒരു പിടി ചോറ് തരുമോ ഏട്ടാ? ജാനകിയുടെ ആ ഒരു യാചന സ്വരം കേട്ട സമയത്ത് മഹേന്ദ്രൻ കണ്ണ് തുടക്കുവാണ്. കാരണം അത്രത്തോളം അയാളെ ഇമോഷണൽ ആക്കുന്ന വാക്കുകളാണ് ജാനകി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ടായിരുന്നു. കാരണം ജാനകിയും മഹേന്ദ്രനും തമ്മിലുള്ള ആ ഒരു ദേഷ്യം അവസാനിച്ചതോർത്തിട്ട് ആരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ജാനകി ഏട്ടനോട് പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ ഏട്ടനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഏട്ടൻ എനിക്ക് മാപ്പ് തരുമോ ഏട്ടാ? കരഞ്ഞുകൊണ്ട് ജാനകി ചോദിച്ചപ്പോൾ മഹേന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താ മോളെ ഇത്? എൻ്റെ പെങ്ങളാണോ ഇത്ര വലിയ വാക്കുകളൊക്കെ പറയുന്നത്? ഞാൻ ആരാടാ? ഞാൻ നിൻ്റെ സഹോദരനല്ലേ, നിൻ്റെ ഏട്ടനല്ലേ. എന്നെ വഴക്ക് പറയാനും എന്നോട് തർക്കിക്കാനും എല്ലാ അർഹതയും എൻ്റെ അനിയത്തിക്കുട്ടിക്കുണ്ട്. അത് കേട്ടപ്പോൾ ജാനകി മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. അവിടെ കൂടി നിന്ന് എല്ലാവർക്കും അതേപോലെ തന്നെ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അപ്പോൾ സത്യമായിട്ടും എൻ്റെ മേൽ നിങ്ങൾക്ക് ദേഷ്യമില്ലേട്ടാ? ഇല്ല മോളെ, മക്കൾ അടിച്ചു കഴിഞ്ഞാൽ ഒരച്ഛനും അമ്മയ്ക്കും വേദനിക്കില്ല. നിന്നെ ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്നതാ. നീ എന്നെ വഴക്ക് പറഞ്ഞാലാണോ എനിക്ക് വേദനിക്കുക? മഹേന്ദ്രൻ ചോദിച്ചത് കേട്ടപ്പോൾ ജാനകിക്ക് വല്ലാത്ത സങ്കടവും കുറ്റബോധവും തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് വേദനിക്കില്ല മോളെ. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഏട്ടാ എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചിട്ട് പോയി. ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് കരുതി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ്. ഞാൻ ഓരോ തവണയും മരിക്കണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മുഖാണ് ഏട്ടാ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ജാനകി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി അയാൾ എന്നെ ചതിച്ചിട്ട് പോയിട്ട് ഇന്ന് വന്ന് എന്നെ അപമാനിച്ച് സംസാരിച്ചപ്പോൾ ജാനകി എൻ്റെ പെങ്ങളല്ല എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നേരെ എൻ്റെ ഏട്ടൻ ദേഷ്യപ്പെട്ടില്ലേ? അത് കേട്ടപ്പോൾ സത്യമായിട്ടും എൻ്റെ ഏട്ടൻ ഇത്രമാത്രം എന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും മാത്രം ഞാൻ ഏട്ടൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. സത്യമായിട്ടും ഞാൻ പറയേട്ടാ, ഇനി അങ്ങോട്ട് ഏട്ടൻ വിചാരിച്ചതുപോലുള്ളൊരു പെങ്ങളായിരിക്കും ഞാൻ. ഏട്ടൻ അയാളോട് പറഞ്ഞതുപോലെ പെങ്ങളല്ല, ഏട്ടൻ്റെ അമ്മയ്ക്കുള്ള സ്ഥാനമാവാൻ വേണ്ടി സത്യമായിട്ടും ഇനി ഞാൻ ഒരുപാട് ശ്രമിക്കും ഏട്ടാ എന്ന് പറഞ്ഞ് ജാനകി പൊട്ടിക്കരയാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. ജാനകി പൊട്ടി കരയാണ്. അത് കണ്ടപ്പോൾ മഹേന്ദ്രന് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ഏയ് ജാനകി, കരയല്ലേ മോളെ, നീ കരയാൻ പാടില്ല. എൻ്റെ കൈകൊണ്ട് ഞാൻ എൻ്റെ മോക്ക് വാരിത്തരാടാ എന്ന് പറഞ്ഞിട്ട് ജാനകിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എടുക്കുകയാണ്. അപ്പോഴും ജാനകി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സഹോദരൻ്റെ സഹോദരിയുടെ സ്നേഹം കണ്ടിട്ട് ചന്ദ്രികയും ലക്ഷ്മിയും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. മഹേന്ദ്രൻ ചോറ് ഉരുളിയാക്കിയിട്ട് ജാനകിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അവർ സ്നേഹത്തോടെ അത് വാങ്ങിയിട്ട് അതിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വായിലേക്ക് വെക്കുകയാണ് നിറഞ്ഞ കണ്ണുകളോടെ. അതിനുശേഷം ചന്ദ്രികയ്ക്കും മലറിനും ലക്ഷ്മിക്കും ഒക്കെ ചോറ് കൊടുക്കുകയാണ്. വീണ്ടും ജാനകിയുടെ അടുത്തേക്ക് വന്ന സമയത്ത് അവർക്ക് സന്തോഷം തോന്നുവാണ്. കാരണം അവരുടെ ആ ഒരു സന്തോഷകരമായ കുടുംബത്തിൽ താനും ഉൾപ്പെട്ടത് കണ്ടിട്ട് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ സിദ്ധാർത്ഥ് ടെറസിന് മുകളിൽ നിന്ന് എക്സസൈസ് ചെയ്യുകയാണ്. പുഷപ്പ് എടുക്കുമ്പോൾ അടുത്ത് നിന്നിട്ട് പ്രിയാണ് എണ്ണിക്കൊടുക്കുന്നത്. 1 2 3 4 6. നന്നായിട്ട് ചെയ്യുന്നുണ്ട് സിദ്ധു അങ്കിൾ. പ്രിയ ഒന്നുകൂടെ മോട്ടിവേറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ 99 100 എന്ന് പറഞ്ഞ സമയത്താണ് സിദ്ധാർത്ഥ് പൊന്തി എഴുന്നേറ്റത്.
സന്തോഷം കൊണ്ട് പ്രിയ തുള്ളിച്ചാടുവാണ്. സിദ്ധാർത്ഥിനും വലിയ സന്തോഷമായിട്ടുണ്ട്. പക്ഷെ അവൻ നല്ല ടയേർഡാണ്. അപ്പോഴേക്കും ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സർ, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല ചന്ദ്രിക. പിന്നെ എൻ്റെ ഡംബിൾസും വെയിറ്റ് എടുക്കുന്ന സാധനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂമിലൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സുന്ദരി എടുത്തിട്ട് മാറ്റി വെച്ചതാണെന്ന്. വന്നാൽ ചോദിക്കണം. സിദ്ധു ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പ്രിയയുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം വാങ്ങി കുടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയ്ക്കാണെങ്കിൽ സിദ്ധാർത്ഥിനോട് എന്തോ സംസാരിക്കാനുണ്ട്. പ്രിയ അവിടെ നിൽക്കുന്നത് കൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, പ്രിയ, മലര് താഴെ കളിച്ചോണ്ടിരിക്കുക, മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോകുന്നോ? ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പ്രിയ ഓടിപ്പോവാണ്. മെല്ലെ പോ, സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, സർ. എന്താ ചന്ദ്രിക? ഇന്നലെ രാത്രി ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങി. അതെന്ത് പറ്റി? അതിനു മാത്രം ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? സിദ്ധുവിന് കാര്യം അറിയില്ലായിരുന്നു. സിദ്ധു ചോദിച്ച സമയത്ത് ചന്ദ്രിക വളരെയധികം സന്തോഷത്തോടെയാണ് പറയുന്നത്, ജാനകി അമ്മായിയും അച്ഛനും ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ കോംപ്രമൈസ് ചെയ്തു. അപ്പോൾ സിദ്ധാർത്ഥ് വിശ്വസിക്കാനായില്ല. എന്താ ചന്ദ്രിക പറയുന്നേ? സത്യമാണ് സർ. ജാനകി അമ്മായി തന്നെ വന്ന് അച്ഛനോട് മാപ്പ് ചോദിച്ചതാണ്. അച്ഛനും മാപ്പ് കൊടുത്ത് ജാനകി അമ്മായിയെ ചേർത്ത് പിടിച്ചു. സിദ്ധുവിന് എത്ര തന്നെയായിട്ടും വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രിക, നീ പറയുന്നത് സത്യമാണോ? സത്യമാണ് സർ. അച്ഛനും ജാനകി അമ്മായിയും ഇപ്പോൾ ഒന്നാണ്. അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. സിദ്ധു കൈകൊട്ടിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഒന്നായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ രണ്ടുപേരും ഒന്നായി എന്നാണ് ചന്ദ്രിക എന്ന് പറഞ്ഞ് ചന്ദ്രികയെ എടുത്ത് പൊക്കി വട്ടം കറക്കുകയാണ്. അയ്യോ സർ, എന്തേ ചെയ്യുന്നത്? എന്നെ വിട് സർ, ആരെങ്കിലും കാണും സർ എന്നൊക്കെ ചന്ദ്രിക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, ഞാൻ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത വെപ്രാളത്തിലായിരുന്നു. അച്ഛനും അമ്മയും അങ്കിളും ഒരുമിക്കില്ലേ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഡബിൾ സ്ട്രോങ് ആയിട്ടാണല്ലോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് സിദ്ധു പൊട്ടിച്ചിരിച്ചിട്ട് ചന്ദ്രികയെ വട്ടം കറക്കുകയാണ്. ഇതിപ്പോൾ അരിയും ചാക്കും കിട്ടിയ സന്തോഷമായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രികയെ വട്ടം കറക്കുന്നത്. എന്തേ അരിയും ചാക്കോ എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിൻ്റെ തലക്കിട്ട് കിഴുക്ക് കൊടുക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ വേദന ഉണ്ടായപ്പോൾ സിദ്ധു അവളെ താഴെ ഇറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സിദ്ധു പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, എന്താ സാർ എന്നെ വിളിച്ചത്? അരിയും ചാക്കെന്നോ? സാർ നോക്കിക്കോ, ഞാൻ പോയിട്ടിത് എൻ്റെ അച്ഛനോട് പറയും. ശരി, നീ പോയിട്ട് നിൻ്റെ അച്ഛനോട് പറഞ്ഞേക്ക് അരിയും ചാക്കേ. ഓഹോ, എൻ്റെ അച്ഛനോട് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പേടിയില്ല അല്ലേ? വന്ന് സാറിന് നല്ല അഹങ്കാരമായിട്ടുണ്ട്. ഞാനിതെൻ്റെ അച്ഛനോട് പറയാതെ വിടില്ല. ചന്ദ്രിക ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയപ്പോൾ സിദ്ധു പിന്നീന്ന് വീണ്ടും വിളിച്ച് കളിയാക്കുവാണ്, ഏയ് അരിയും ചാക്കുവേ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഒന്ന് പോ സർ. സിദ്ധു പൊട്ടിച്ചിരിക്കുകയാണ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും. മഹേന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വന്നിട്ട് ലക്ഷ്മി കോഫി കൊണ്ടു കൊടുക്കുകയാണ്. അയാളത് വാങ്ങിയിട്ട് പത്രം വീണ്ടും വായിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പോവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ എന്താ ലക്ഷ്മി? അത് പിന്നെ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കാര്യം ജാനകിയോട് ഇനി പറഞ്ഞു നോക്കൂടെ? ലക്ഷ്മി ആ കാര്യം പറഞ്ഞപ്പോൾ മഹേന്ദ്രൻ്റെ ചിന്ത അല്പം പിന്നോട്ടേക്കാണ് പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ചന്ദ്രയ്ക്ക് വേണ്ടി സിദ്ധാർത്ഥിനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് അവർ താലത്തിൽ പൂവും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വന്നതാണ്. ആ സമയത്ത് എല്ലാവരും കൂടി അടിച്ചിറക്കി വിട്ടതാണ്. മാത്രമല്ല മഹേന്ദ്രനെ വാസുവും മനോഹരും ചേർന്ന് ആ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് കരഞ്ഞുകൊണ്ട് ജാനകിയോട് മഹേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രികയെ എൻ്റെ മകന് വേണ്ടി തരുമോ എന്ന് ഒരു ദിവസം നീ തന്നെ എന്നോട് വന്ന് ചോദിക്കും. നീ എന്നോട് വന്ന് ഇക്കാര്യം ചോദിക്കുന്നത് വരെ ഇനി ഈ കാര്യം ഞാൻ നിന്നോട് പറയില്ല. അന്ന് ജാനകിയെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ പോയിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ സമയത്ത് മഹേന്ദ്രൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അപ്പോൾ ലക്ഷ്മി അതൊന്നും ഓർക്കാതെ പറയുന്നുണ്ട്, ജാനകി ഇപ്പോൾ ഏട്ടനുമായിട്ട് നന്നായില്ലേ? ഇനി ധൈര്യമായിട്ട് സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കാര്യം സംസാരിച്ചൂടെ? അപ്പോൾ സങ്കടത്തോടു കൂടിയാണ് മഹേന്ദ്രൻ പറയുന്നത്, ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കാര്യം ഇനി ഞാൻ ജാനകിയോട് സംസാരിക്കില്ല. ജാനകി ഞാനുമായിട്ടാണ് നന്നായിട്ടുള്ളത്, അല്ലാതെ ചന്ദ്രികയുമായിട്ട് നന്നായിട്ടില്ല. ഇപ്പോഴും ചന്ദ്രികയോട് ജാനകിക്ക് നല്ല ദേഷ്യമുണ്ട് എന്ന് ജാനകി സ്വയം ചന്ദ്രികയുടെ നന്മ മനസ്സിലാക്കി എൻ്റെ സിദ്ധുവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മകൾ ചന്ദ്രികയെ തരുമോ എന്ന് ചോദിച്ച് ജാനകി വരുന്നോ, അന്ന് മാത്രമേ ഞാൻ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണക്കാര്യം ജാനകിയുമായിട്ട് സംസാരിക്കുള്ളൂ. അപ്പോൾ ലക്ഷ്മിക്കും സങ്കടമാവുന്നുണ്ട്. അവർ ചോദിക്കുകയാണ്, ജാനകിക്ക് ചന്ദ്രികയുടെ മേൽ ഇത്രയധികം ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം എന്താ? ആരതിയുടെ കല്യാണം മുടങ്ങിയത് ചന്ദ്രിക കാരണമാണെന്നാണ് ജാനകി വിശ്വസിക്കുന്നത്. മഹേന്ദ്രൻ പറഞ്ഞു കൊടുക്കുവാണ്, ആരതിയുടെ കല്യാണം നിൽക്കാൻ കാരണം ചന്ദ്രികയല്ല എന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാനകിയുടെ മനസ്സ് മാറും. അതുപോലെ
ഒരുപക്ഷെ ജാനകി അവളുടെ മകന് കല്യാണം കഴിയാത്തൊരു പെണ്ണ് വേണം മരുമകളായി വരാൻ എന്ന് വിചാരിച്ചു കാണും. എന്നാൽ ചന്ദ്രികയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുള്ളവളാണ്. ഒരു കുട്ടിയുടെ അമ്മയായ ഒരു പെണ്ണിനെ തൻ്റെ മകനെ കൊണ്ട് കല്യാണം നടത്തിക്കാൻ ഏതൊരു അമ്മയ്ക്കാണെങ്കിലും ബുദ്ധിമുട്ട് കാണും. മഹേന്ദ്രൻ പറയുന്നതൊക്കെ വാസ്തവമായതുകൊണ്ട് ലക്ഷ്മി കേട്ട് നിൽക്കുന്നതേ ഉള്ളൂ, മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ജാനകിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുള്ളതിൽ ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയില്ല. ഏതൊരമ്മയാണെങ്കിലും അങ്ങനെയേ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എന്ന് ചന്ദ്രികയെ സിദ്ധാർത്ഥിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ അവൻ്റെ ജീവിതം നന്നാവുമെന്ന് ജാനകിക്ക് സ്വയം തോന്നുന്നുവോ, അന്ന് അവൾ തന്നെ വന്ന് എന്നോട് പെണ്ണ് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി കൊടുക്കും. അങ്ങനെയല്ലെങ്കിൽ ജാനകി എന്ന് ചോദിച്ചു വരുന്നോ അന്ന് ആ ഒരു ദിവസം വരെ ഞാൻ കാത്തിരിക്കും. മഹേന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, ഏട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. ചന്ദ്രിക ഒരു കുഞ്ഞുള്ളവളായതുകൊണ്ട് ജാനകി അവളെ മരുമകളായിട്ട് സ്വീകരിക്കില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. അത് ദൈവത്തിന് മാത്രമേ അറിയൂ ലക്ഷ്മി. ഈ ഒരു കാര്യം ഞാനും നീയും സംസാരിക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല. ദൈവം ജാനകിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തോന്നിക്കുന്നത് വരെ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ലക്ഷ്മി ആകെ സങ്കടത്തിലാണ്. അതിനുശേഷം കാണിക്കുന്നത് മേഘയുടെ ക്യാബിനിലാണ്. അപ്പോൾ വാസു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വാസുവിനെ കണ്ടപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, അന്ന് അമ്മായിയുടെ അടുത്ത് സംസാരിക്കാൻ പോയില്ലേ, എന്തായി അമ്മാവാ? അതൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല മേഘ, ഞാൻ എന്തോ പ്രതീക്ഷിച്ചിട്ട് പോയി, പക്ഷെ അവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. അതിനു മാത്രം എന്താ നടന്നത്? അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വാസു പറഞ്ഞു കൊടുക്കുകയാണ്. മദ്യപിച്ചു പോയതും ജാനകിയോട് ബഹളം വെച്ചതും അതിനുശേഷം ജാനകിയെ പിടിച്ച് തള്ളിയപ്പോൾ മഹേന്ദ്രൻ തിരിച്ചു വന്ന് തല്ലിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും, വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്തു തള്ളിയതും ഉൾപ്പെടെ. അപ്പോൾ എല്ലാം കേട്ടപ്പോൾ മേഘ തന്നെ അതിശയിച്ചു പോവുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് എന്നോട് എന്താ അമ്മ ഇതുവരെ നിങ്ങളിത് പറയാതിരുന്നത്? വല്ലാതെ അപമാനിക്കപ്പെട്ടു മോളെ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആരോടും പറയാതിരുന്നത്. അവർ നിങ്ങളോട് അങ്ങനെ പെരുമാറിയത് വളരെയധികം തെറ്റാണ് അമ്മാവാ. അവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. വാസു ഒന്നും പറയാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഓടി കിതച്ചുകൊണ്ട് മനോഹരം വന്നിട്ടുണ്ടായിരുന്നു. മേഘ എന്താ അമ്മാവാ ഇങ്ങനെ പതറിക്കൊണ്ട് വരുന്നത്? നമ്മൾ കടം കൊടുക്കാനുള്ളവരൊക്കെ വീണ്ടും ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് മോളെ. അയ്യോ ആരാ അമ്മാവാ? മേഘ വാസുവിനെ നോക്കിക്കൊണ്ട് മനോഹരനോട് ചോദിക്കുകയാണ്. അന്ന് പത്രത്തിൽ ഒപ്പിട്ടിട്ട് പോയില്ലേ, അവരാ മോളെ. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, അതിന് നമ്മൾ അവരോട് സമയം ചോദിച്ചതല്ലേ അമ്മാവാ, പക്ഷെ അവർ നിനക്ക് തന്ന സമയം ഇന്നലത്തോടെ കഴിഞ്ഞു മേഘ, അതുകൊണ്ടാണ് അവർ വന്നത്. എത്തിപ്പെട്ട സ്ഥലം എന്ന് വാസുവും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ മേഘ മനോഹരനോട് ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ എന്താ അമ്മാവ് ചെയ്യുക? അതാ മേഘ എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഒന്നുകൂടി അവരോട് സംസാരിച്ചിട്ട് അവരെ പറഞ്ഞു വിടാൻ നോക്കാം. അപ്പോൾ വാസുവും പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മേഘ, അവരോട് സംസാരിച്ച് നമുക്ക് ഒന്നുകൂടി സമയം ചോദിക്കാം. അപ്പോഴേക്കും അവർ ആ ക്യാബിനകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സർ വരൂ സർ. വാസു എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവരാരും മേഘയുടെ സീറ്റിൽ ഇരിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. അവർ കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എന്താ മേഘ, ഞങ്ങൾക്ക് തരാനുള്ള പണം റെഡിയാക്കിയോ? അത് കേട്ട് മേഘ മറുപടിയൊന്നുമില്ലാതെ ഞെട്ടി നിൽക്കുകയാണ്. അതുപോലെ വാസുവും മനോഹരനും ഒക്കെ ഒന്നും പറയാനാവാതെയാണ് നിൽക്കുന്നത്. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, മറുപടി പറ മേഘ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, സർ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ട്രൈ ചെയ്ത് നോക്കി, ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇനിയും കുറച്ചുകൂടി സമയം തരൂ സർ. പുതിയ ഒരുപാട് പ്രൊജക്റ്റുകളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ വിജയിക്കും. അതിൽ നിന്ന് ഞങ്ങൾക്ക് വരുമാനവും കിട്ടും. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം വെച്ച് ഞാൻ കുറച്ചായിട്ട് നിങ്ങളുടെ കടം അടച്ചു തീർക്കും സർ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് ഞങ്ങളെ കൊണ്ട് സമയം തരാൻ സാധിക്കുന്നതല്ല. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും സമയം അനുവദിച്ചാൽ ഞങ്ങൾ വലിയ കടക്കെണിയിൽ ചെന്ന് പെടും. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് തരാനുള്ള പണം തന്ന് സെറ്റിൽ ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ ഓഫീസ് ഞങ്ങൾക്ക് തന്നെ താ. ഈ ഓഫീസ് സെയിൽ ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം എടുത്തോളും. അത് കേട്ടപ്പോൾ മേഘയും മനോഹരും വാസുവും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, എന്താ സർ, ബിസിനസ് എന്ന് വെച്ചാൽ എല്ലാവരും കടം വാങ്ങിക്കുക തന്നെ ചെയ്യും എന്ന് വെച്ച് അതിനുവേണ്ടി ഓഫീസൊക്കെ ഇങ്ങനെ വിലക്കെടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഇതുപോലുള്ള റൂൾസൊന്നും ഞങ്ങളോട് പറയണ്ട. നിങ്ങൾ ഞങ്ങൾക്ക് തരാനുള്ള പണം തരികയാണെങ്കിൽ ഞങ്ങൾ എന്തിനാ ഈ ഓഫീസ് ചോദിക്കുന്നത്? പ്ലീസ് സർ, ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം അനുവദിച്ചു തരൂ. സമയമൊന്നും ഇനിയും അനുവദിച്ചു തരാൻ പറ്റില്ല മാഡം. നേരത്തെ തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റിൽ സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്.
അവർ കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്. തിരിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് വാസുവും മനോഹരനും ഒക്കെ ഉള്ളത്. അപ്പം മേഘ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ സർ നിങ്ങൾ ഈ കച്ചവടക്കാർ ചന്തയിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്? ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വാസുവും പറയാണ്, സർ അവർ നിങ്ങളോട് സമയമല്ലേ ചോദിച്ചത്, ഒരു 6 മാസം കൂടി സമയം നിങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തൂടെ? വാസു ചോദിച്ചപ്പോൾ അയാൾ വാസുവിനോട് പറയുന്നുണ്ട്, 6 മാസമല്ല 6 വർഷം നിങ്ങൾക്ക് തന്നാലും നിങ്ങളെ കൊണ്ട് പേയ്മെൻറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. മേഘ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ ഓഫീസ് ഞങ്ങൾക്ക് വിട്ടു തന്ന് പോവാൻ നോക്ക്. മനോഹരൻ പറയുന്നുണ്ട്, സർ. പിന്നെ മേഘ കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്. എന്നെക്കൊണ്ട് ഓഫീസ് വിട്ടു തരാനൊന്നും സാധിക്കില്ല സർ. നിങ്ങളെന്താ റൗഡിസം കാണിക്കുകയാണോ? എൻ്റെ ഓഫീസിനകത്ത് വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നോ? ഞങ്ങളെ ഇവിടെ നിന്ന് ഫോഴ്സ് ചെയ്ത് പുറത്തേക്കാക്കി കഴിഞ്ഞാൽ എത്ര വലിയ ഒഫൻസാണതെന്ന് നിങ്ങൾക്കറിയാമോ? ഇനിയും ഞങ്ങളോട് നിങ്ങൾ കർശനമായി സംസാരിച്ചാൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. മേഘ അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, മാഡം നിങ്ങൾ വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തോളൂ. ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ പണം തന്നില്ലല്ലോ, ആദ്യം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോവാൻ നോക്ക്. പക്ഷേ മേഘ അത് മുഖവിലേക്ക് എടുക്കാത്തതുപോലെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ പോവില്ലല്ലേ? ശരി, ഇപ്പോൾ വരാം. അയാൾ പുറത്തു പോയിട്ട് കുറച്ച് റൗഡികളെ പോലെ തോന്നിക്കുന്ന ആൾക്കാരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് പോകുന്നില്ല, അതുകൊണ്ട് ഇവരോട് പുറത്തേക്ക് പോകാൻ പറ. അപ്പോൾ അവരും മര്യാദയോട് കൂടി തന്നെയാണ് ആദ്യം സംസാരിക്കുന്നത്. മാഡം പുറത്തേക്ക് പോകാൻ നോക്ക്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ പോവില്ല എന്ന് തന്നെ മേഘ കട്ടായം വാശി പിടിക്കുകയാണ്. ഒരു തരത്തിലും മേഘ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ തന്നെ കൈ പിടിച്ചിട്ട് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. ഇതെന്താ കൈയൊക്കെ പിടിക്കുന്നത്? മേഘ പറയുന്നുണ്ട്, പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങി പോവുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ റൗഡിസം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരും തിരിച്ചു ചോദിക്കുകയാണ്, പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോഴേക്കും അവർ മേഘയും പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസു പറയുന്നുണ്ട്, ഹലോ മര്യാദയ്ക്ക് കൈവിടാൻ നോക്ക്. പെണ്ണിൻ്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ എന്താ കേസ് ഉണ്ടാവുക നിങ്ങൾക്കറിയില്ലേ? വാസു വലിയ ആളെപ്പോലെ സംസാരിച്ചതാണ്. അപ്പോൾ അതിലിരുന്ന ഒരു റൗഡി പറയുന്നുണ്ട്, കടം വാങ്ങിയിട്ട് കൊടുക്കാനാവില്ലെങ്കിലും സംസാരത്തിന് ഒരു കുറവുമില്ല അല്ലേ എന്ന് പറഞ്ഞ് വാസുവിൻ്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് അയാൾ അങ്ങനെ ചെയ്തപ്പോൾ മനോഹരനും മേഘയും വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.